15 വർഷം തുടർച്ചയായി കോൺഗ്രസ് ഭരിച്ച സ്ഥലമാണ് ഡൽഹി. 2015 ആം ആദ്മി പാർട്ടി വിതച്ച തരംഗത്തിൽ കോൺഗ്രസിന്റെ പ്രമുഖർക്കെല്ലാം അടിതെറ്റി. ഒരു സീറ്റിൽ പോലും അന്ന് ജയിക്കാൻ കഴിയാത്ത കോൺഗ്രസ് 5 വർഷത്തിനു ശേഷം 2020 വീറോടെ കളത്തിലിറങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു സീറ്റ് പോലും അന്ന് കിട്ടിയില്ല. വീണ്ടും 5 വർഷം പിന്നിട്ട് 2025 എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ് തന്ത്രപരമായിട്ടാണ് നീങ്ങിയത്. 2015 70-ൽ 67 സീറ്റിലും AAP വിജയിച്ചപ്പോൾ ഡൽഹിയിൽ BJPക്ക് വെറും 3 സീറ്റാണ് കിട്ടിയത്. ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള അംഗങ്ങളെ മാത്രമേ കിട്ടിയുള്ളൂവെന്നായിരുന്നു ഈ ഘട്ടത്തിൽ കേട്ട പരിഹാസം. 2020-ൽ 8 പേർ വിജയിച്ചതോടെ ഇന്നോവ വിളിച്ചോ എന്നായി. ഇത്തവണ ഭരണം പിടിക്കുമെന്നാണ് BJPയുടെ വാദം. എന്നാൽ സൈക്കിളിൽ പോകാനുള്ള അംഗങ്ങളെയെങ്കിലും കിട്ടുമോ എന്ന പരിഹാസ ചോദ്യം കോൺഗ്രസ് നേരിടുന്നുമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യമായി മത്സരിച്ച കോൺഗ്രസും AAPയും ഇത്തവണ ഡൽഹിയിൽ തനിച്ചാണ് ജനവിധി തേടുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമുണ്ട്. പക്ഷേ 20 മണ്ഡലങ്ങളിലാണ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നതെന്ന് നേതാക്കൾ പറയുന്നു. AAPക്ക് കഴിഞ്ഞ തവണത്തെ പോലെ തിളങ്ങാൻ സാധിക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്നാൽ ഭരണം BJP പിടിക്കുമോ എന്ന് ആരും തന്നെ ഉറപ്പിച്ചു പറയുന്നുമില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 7 സീറ്റിലും മികച്ച വിജയം നേടുന്ന BJPക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിളങ്ങാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇത്തവണ ഉത്തരം കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. മധ്യവർഗത്തെ ലക്ഷ്യമിട്ട കേന്ദ്ര ബജറ്റ് ഡൽഹി വോട്ടർമാരിൽ ഇളക്കം തട്ടിച്ചു എന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട്. വോട്ടുകൾ ചേർത്തതിൽ തിരിമറി നടന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഡൽഹിയിലും സമാനമായ സംശയങ്ങൾ. ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയാകുന്ന ഡൽഹിയിൽ നേതാക്കളുടെ കളം മാറ്റവും തകൃതിയായിരുന്നു. ഇതിനെല്ലാം ശേഷം രാജ്യതലസ്ഥാനം ആര് ഭരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ദളിതുകൾക്കും മുസ്ലിങ്ങൾക്കും ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിലാണ് ഇത്തവണ കോൺഗ്രസ് പ്രതീക്ഷ. രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയതും പ്രധാനമായും ഈ മണ്ഡലങ്ങളിൽ തന്നെയാണ്. ഭരണഘടനയും സംവരണവുമെല്ലാമായിരുന്നു അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ. 2020-ൽ കലാപം നടന്ന പ്രദേശങ്ങളിലും രാഹുൽ ഗാന്ധി എത്തി. മുസ്ലിം ദളിത് വോട്ടുകൾ പെട്ടിയിലാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ AAPയുമായി 12 ശക്തമായ പോര് തന്നെ നടക്കും. മുസ്ലിം വോട്ടർമാർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമായ സിലാപൂരിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രചരണം. ഇവിടെ 57% മുസ്ലിം വോട്ടുകൾ. ഒരു കാലത്ത് കോൺഗ്രസ് കോട്ടയായിരുന്ന ഇവിടെ കഴിഞ്ഞ 2 തവണയും AAPയാണ് വിജയിച്ചത്. മദിയ, മഹൽ, ബല്ലിമാരൻ, ഓക്ല, ചാന്ദിനി ചൗക്ക് തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ഇത്തവണ പ്രതീക്ഷയുണ്ട്. പട്ടികജാതി സംവരണ മണ്ഡലങ്ങളായ സീമാപൂരി, സുൽത്താൻപൂർ, മജ്ര എന്നിവിടങ്ങളിലും കോൺഗ്രസ് അമിത പ്രതീക്ഷയിലാണ്. മുസ്ലിം ദളിത് വോട്ടുകൾ കോൺഗ്രസിന് പോയാൽ BJPയേക്കാൾ വെട്ടിലാകുന്നത് AAP ആയിരിക്കും. എന്നാൽ ഇതിനിടയിൽ നേട്ടം കൊയ്യുമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്.